ഹലോ ഗൈസ്, നമ്മളെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലിങ്കിറ്റിൽ നിന്ന് ഒരു ഗിംബൽ ഓർഡർ ചെയ്തു. അപ്പം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇത് കിട്ടുന്നത്. നമ്മൾ കടയിലൊക്കെ പോയി ഞാൻ ചോദിച്ചപ്പോൾ നല്ല വില പറഞ്ഞത്, ഏകദേശം 1000-1200 പറഞ്ഞത്. പക്ഷെ ബ്ലിങ്കിറ്റിൽ ഏകദേശം 300 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണത്. ഇപ്പോൾ ഗിംബലില്ലാത്ത കാരണം ഞാൻ ഒറ്റ കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടത് അൺബോക്സ് ചെയ്യണം. ഇത് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് സാധനം കേട്ടോ. നമ്മൾ ഡിജിടെക്കില്ലേ, ആ ബ്രാൻഡിൻ്റെ സാധനം. പെയ്ഡൊന്നുമല്ല, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണത്. സാധനം വലിയ കുഴപ്പമില്ല, കാണുമ്പോൾ തന്നെ ഫ്ലെക്സിബിളാണ്, നൈസാണെന്ന് വിചാരിക്കുള്ളൂ. കാരണം 300 രൂപ കിട്ടിയതല്ലേ ബ്ലിങ്കിറ്റിൽ. പുറത്തൊക്കെ ഈ സെയിം സാധനം നല്ല വില പറയുന്നത്. അതായത് കടകളിൽ ഇതിൽ MRP ഇട്ടുണ്ടെങ്കിൽ MRP ഇല്ല ഗൈസ്, ഇതിൽ MRP ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഓക്കെ, ഇത് നമ്മുടെ ഫോൺ ഫിക്സ് ചെയ്യാനുള്ളൊരു മൗണ്ടാണ്. ഓക്കെ, ട്രൈപോഡ്. വാ, കാണുമ്പോൾ തന്നെ ഒരു ലുക്കാലെ സംഭവം. ഇത് ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് പോലെയൊക്കെ തോന്നും, പക്ഷേ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഇൻ ഹാൻഡ് ഫീലിൽ. പിന്നെ ഇതേ ഒരു സാധനം തെറിച്ച് വീണുണ്ട് ഇതിൻ്റെ ഉള്ളിലോടെ. ഇതാണ് നമ്മുടെ ക്യാമറയുടെ സ്വിച്ച്. ബാറ്ററി ഓക്കെ, ബാറ്ററി കിട്ടിയിട്ടാണ് വന്നേക്കണം. നൈസായിട്ട്. മൗണ്ട് ഗിംബൽ ജസ്റ്റ് ഫോർ 300. കൊള്ളാല്ലേ? നല്ല രീതിക്ക് ഫ്ലെക്സിബിൾ ആട്ടോ അത്. കണ്ടോ, അവിടെ ഇവിടെ നിന്ന് കിടന്ന് ഒടിയുണ്ട്. പിന്നെ എവിടെയെങ്കിലും നമുക്കിങ്ങനെ ചുരുട്ടി പെടഞ്ഞ് പാമ്പിരിക്കണ പോലെ ചുരുട്ടി പെടഞ്ഞ് വയ്ക്കാം. നല്ല രസമായിട്ട് എന്തായാലും കൊള്ളാം. ഈ ഫീച്ചർ കണ്ടിട്ടല്ല മേടിച്ചത്, ഞാനത് ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് വയ്ക്കുക എന്നുള്ളൊരു ഐഡിയയിലാണ് മേടിച്ചത്. പക്ഷെ ഇത് നൈസായിട്ട് എന്തായാലും 300 രൂപയ്ക്ക് വർത്താവും. അപ്പോൾ ആരെങ്കിലും എൻ്റെ പോലെ ലോ ബഡ്ജറ്റായിട്ട് യൂട്യൂബ് ചാനലൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ സാധനം നോക്കി വെച്ചോട്ടോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ 300 രൂപയ്ക്ക് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാൽ പുറത്തുള്ളവർ ഈ വിലയല്ല പറയാം, 300 അല്ല. അവരെന്ന് തോന്നിയ വില പറയും.